KV ബൈജു കാസർഗോഡ് നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബൈജുവിലേക്ക് പോകുന്നുണ്ട്. വളരെ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു നിർത്തിയ പോലെ ഞെട്ടിക്കുന്ന, വളരെ അലോസരം ഉണ്ടാക്കുന്ന, അനാവശ്യമായ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച ഒരു ദേശീയ സെമിനാറും ഒക്കെ സമാപിച്ചതേയുള്ളൂ. ഇപ്പോ വീണ്ടും ഒരു മരണം കൂടി. അഞ്ജുശ്രീ എന്ന പാവം പെൺകുട്ടി മരിച്ചിരിക്കുകയാണ്. ബൈജു, എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് ഇന്നലെ ഈ വാർത്ത കാണാത്തവർക്കായി ആദ്യം ഒന്ന് പറയുക. ബൈജുവിന്റെ വക ഒരു എക്സ്ക്ലൂസീവ് ഉണ്ട് എന്ന് നമുക്കറിയാം. അത് പക്ഷെ നമുക്കൊരു 9 മണിയോടുകൂടി അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കും എന്നാണ് കരുതുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആ പാവം കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുകയാണ്. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരു ഒറ്റ കുറ്റത്തിന്, അതും ന്യൂ ഇയർ ആഘോഷിച്ചതാണ്. പ്രദീപിള്ള അശ്വതി, ഈ സംഭവത്തിൽ ഇപ്പോൾ വളരെ ഗൗരവമായൊരു കാര്യമാണ് പുറത്തു വരുന്നത്. ഇതിൽ കുട്ടി ആദ്യം ചികിത്സ തേടിയ ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രി, അതായത് HMC ആശുപത്രിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളത്. 2 തവണ ചികിത്സ തേടിയിട്ടും ആരോഗ്യ വകുപ്പിന് വിവരം അറിയിച്ചില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ നഗരസഭകളിലോ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കണമെന്നാണ് ചട്ടം. ഈ ചട്ടം ആശുപത്രി പാലിച്ചില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ആരോഗ്യ വകുപ്പ് പോലും ഈ സംഭവത്തെ കുറിച്ച് അറിയുന്നത്. എന്തായാലും ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി ഇവർ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. അത് ജനുവരി 1 ആദ്യം. പിന്നീട് വീണ്ടും ജനുവരി 5 ദേഹാസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് ഇതേ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. അപ്പോൾ രക്തം പരിശോധിക്കുകയും IV ഫ്ലൂയിഡ് ആൻഡ് ബയോട്ടിക് ഉൾപ്പെടെയുള്ള ചികിത്സ നൽകി വീട്ടിലേക്ക് വീണ്ടും മടക്കി പറഞ്ഞേക്കുകയായിരുന്നു. ജനുവരി 6 കുട്ടിയുടെ സ്ഥിതി കൂടുതൽ ഗുരുതരമായതിനെ തുടർന്ന് അന്ന് തന്നെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 7-ാം തീയതി, അതായത് ഇന്നലെ മരണപ്പെടുകയുമായിരുന്നു. എന്തായാലും ഇത്തരം ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്റലിജൻസിന്റെ ഭാഗത്ത് പോയത്. ഇതിനൊപ്പം ഈ മരണം അണുബാധയെ തുടർന്നാണെന്നുള്ള ഒരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ അണുബാധയെ തുടർന്നുള്ള ഹൃദയസ്തംഭനം എന്നാണ് പ്രാഥമിക. നമുക്ക് ഇതിന്റെ പശ്ചാത്തല വിവരങ്ങളിലേക്ക്, അന്വേഷണത്തിലേക്കൊക്കെ തിരിച്ചു വരാം. ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്? എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒന്ന് പറയൂ ആദ്യം. തീർച്ചയായും അടുത്ത ബയലിലെ ഹോട്ടലിൽ നിന്നും ഡിസംബർ 31, അതായത് പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായാണ് ഓൺലൈനിലാണ് ഈ കുട്ടി ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യുന്നതും വീട്ടിലേക്ക് എത്തിക്കുന്നതും. അന്ന് രാത്രി ഈ ഭക്ഷണം കഴിച്ചത് 4 പേരാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. രാവിലെയോടുകൂടി ഈ കുട്ടിക്കും ഒപ്പം കുട്ടിയുടെ ഒരു സുഹൃത്തിനും ഇത്തരത്തിൽ ദേഹാസ്വസ്ഥമുണ്ടായി. മറ്റൊരു കുട്ടിക്ക് ചെറിയുള്ള ഛർദി ഉണ്ടായിരുന്നെങ്കിൽ അവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നില്ല. ഈ 2 പേരായിരുന്നു ചികിത്സ തേടിയിരുന്നത്. അമ്മക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും ആ ദിവസം ഉണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടി വളരെ അവശതയാവുകയായിരുന്നു. ഛർദിയായിരുന്നു ഉണ്ടായിരുന്നു. അതോടൊപ്പം വയറുവേദനയും ഉണ്ടായി. അങ്ങനെയാണ് ഈ ചികിത്സ തേടിയത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വീണ്ടും 5-ാം തീയതി ഈ കുട്ടി ഇതേ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. പിന്നീട് ഗുരുതരാവസ്ഥയിലാവുകയും മംഗളൂരുവിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്നാണ് മരണം സംഭവിച്ചത്. ഇത്തരത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ആശുപത്രിക്കെതിരെ എന്തായാലും ഇപ്പോൾ നഗരസഭാ അധികൃതർ നടപടിയെടുത്തിട്ടുണ്ട്. ആശുപത്രി അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇതിൽ നിലവിൽ ആരും ഇപ്പോൾ അറസ്റ്റൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ഇത് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോടുകൂടി. അതെ, ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തൊക്കെയാണ് ഈ കുട്ടി കഴിച്ചത് എന്നുള്ളത്. അതിലേറ്റവും പ്രധാനം ഈ വൈറ്റ് സോസ് എന്ന് പറയുന്ന മയോണൈസ്, അതൊരു വില്ലനാണ് എന്നുള്ള. നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മളും കഴിക്കുന്നതാണ് കുഴിമന്തിയും അൽഫാമും ഒക്കെ, അല്ലെങ്കിൽ ഷവർമയും ഒക്കെ. ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അവിടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് അറിയേണ്ടത്. വിദഗ്ധർ പറയുന്നതനുസരിച്ച് മയോണൈസ് ചിലപ്പോൾ വില്ലനായേക്കാം. അതുപോലെ ഗ്രീൻ സോസ് കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കുട്ടിയും ആ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ബന്ധു, ഈ 2 പെൺകുട്ടികൾക്കുമാണ് ദേഹാസ്വാസ്ഥ്യം ആ കഴിച്ചവരിൽ ഉണ്ടായതെന്ന് പറയുമ്പോൾ ആ ഗ്രീൻ ചട്നിയിലാണോ അല്ലെങ്കിൽ ഗ്രീൻ സോസിലാണോ? മയോണൈസിലാണോ? പണ്ട് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്ത ഷവർമ മരണത്തിലാണെങ്കിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് മയോണൈസ് ആയിരുന്നു വില്ലൻ എന്ന. ഇതെന്താണെന്ന് അറിയാൻ എന്തൊക്കെയാണ് കൃത്യമായി ആ കുട്ടി കഴിച്ചത്, അഞ്ജുശ്രീ എന്താണ് കഴിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശദമായിട്ടുള്ള അവരോട് സംസാരിക്കാൻ, അവരുടെ വീട്ടുകാരോട് സംസാരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഇത് സംബന്ധിച്ച്
ഈ കുട്ടി 31-ാം തീയതി 1:43 ഈ ഒരു ഓർഡർ കൊടുക്കുന്നത്. അതായത് ഫുൾ ചിക്കൻ മന്തി, ഒപ്പം ചിക്കൻ 65, ഇതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയോണീസ് പ്ലസ് സാലഡ്, ഇത്രയും സാധനങ്ങളാണ് ഇവർ ഓർഡർ ചെയ്തിരുന്നത്. ഈ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്ത സാധനം വൈകിട്ടോടു കൂടിയാണ്, രാത്രിയോടു കൂടിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അമ്മയും ഒപ്പം ഒരു സുഹൃത്തും അഞ്ജുശ്രീയും അനുശ്രീ എന്ന ഒരു ബന്ധുവും, ഇവർ 4 പേരാണ് ഈ ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നത്. 4 പേരിൽ അമ്മയ്ക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. മറ്റു 3 പേർക്കും അസ്വസ്ഥമുണ്ടായി. സുഹൃത്തിന് കൂടുതൽ അസ്വസ്ഥതയുണ്ടായി. എന്നാൽ പിന്നീട് അത് ഭേദമാവുകയായിരുന്നു. അഞ്ജുശ്രീയുടെ നിലയായിരുന്നു ഈ ഇത്തരത്തിൽ വഷളാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കാര്യം കൃത്യമായും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഹോട്ടലിൽ നിന്നും ഇത്രയും സാധനങ്ങളാണ് ഇവർ വാങ്ങിയതെന്ന്. ഇതിൽ ഏതിൽ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്ന് അറിയാനുള്ള പരിശോധനയ്ക്കായി ഇവിടെ നിന്നുള്ള സാമ്പിളുകൾ എന്തായാലും ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ടും ഇനി വരാനുണ്ട്. ആ റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ ഏത് തരത്തിലാണ് ഇതിൽ അണുബാധ ഉണ്ടായതെന്ന കാര്യം വ്യക്തമാവും. ഒപ്പം മരണകാരണം സംബന്ധിച്ചും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടിയാൽ മാത്രമേ ബൈജുവിലേക്ക് തിരിച്ചു